ബ്രൂസ്ലി ലോക സിനിമയുടെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിയായിട്ട്, അല്ലെങ്കിൽ കിരീടം വെച്ച ചക്രവർത്തിയായിട്ട് വാണിരുന്ന കാലത്താണ് ജാക്കി ചാൻ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ജൂനിയർ ആർട്ടിസ്റ്റും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഒക്കെ ചെറിയ ചെറിയ അത്തരം പണികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ജാക്കി ചാൻ. ഒരുപക്ഷെ ബ്രൂസ്ലിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുമായിരുന്നു എന്ന് ആണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ജാക്കി ചാൻ ഒന്നുമല്ലാതിരുന്ന ജാക്കി ചാൻ, അതിൽ ബ്രൂസ്ലിയുടെ അകാല ചരമം ഉണ്ടായില്ലെങ്കിൽ ജാക്കി ചാൻ പിന്നീട് ഇത്രയും പെട്ടെന്ന് ഒരു കിരീടം നേടിയെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ലോകത്തിന് സംശയമുണ്ട്, ലോകത്തിന് പലർക്കും സംശയമുണ്ട്. പക്ഷേ ഈ ബ്രൂസ്ലിയുടെ അകാല ചരമത്തിൽ ഒരു ശൂന്യത ഉണ്ടായപ്പോൾ ആ ശൂന്യത നികത്താൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ പലരും വിചാരിച്ചത് ബ്രൂസ്ലിയെ പോലെ തന്നെ അനുകരിച്ചുകൊണ്ട് വരുന്ന ഒരു നടനായിരിക്കും പിന്നീട് ഈ വിടവ് നികത്താൻ വരിക എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ബ്രൂസ്ലിയുടെ പൗരുഷ ഗാംഭീര്യവും പഞ്ചിങ്ങല സ്പീഡൊന്നും ജാക്കി ചാന് യഥാർത്ഥത്തിലില്ല. ആ പൗരുഷബിംബം യഥാർത്ഥത്തിലില്ല. ജാക്കി ചാനിലുള്ളത് അല്പം ഹാസ്യാത്മകത കലർന്ന, യഥാർത്ഥത്തിൽ ജാക്കി ചാനിൽ ബ്രൂസ്ലിയേക്കാൾ കൂടുതലുള്ളത് ചാർലി ചാപ്ലിനാണ്. അപ്പം തൻ്റെ ഈ കുറവ്, താൻ ബ്രൂസ്ലിയുടെ പൗരുഷത്തെ ഒരിക്കലും അനുകരിക്കേണ്ടതില്ല, അതിന് പകരം തൻ്റേതായ ഒരു ശൈലി കണ്ടെത്തണം എന്ന് ജാക്കി ചാൻ തീരുമാനിച്ചു. ജാക്കി ചാനും ബ്രൂസ്ലിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ രണ്ടുപേരും തമ്മിലുള്ള ഫൈറ്റ് സീനിൽ ബ്രൂസ്ലിയുടെ കയ്യിൽ നിന്ന് മാരകമായിട്ട് തല്ലുവാങ്ങേണ്ടി വന്നു നമ്മുടെ ജാക്കി ചാന്. അങ്ങനെ ജാക്കി ചാൻ മുറിവേറ്റ് കിടക്കുമ്പോൾ അദ്ദേഹത്തെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ആരാണെന്ന് ബോധം അല്പമൊന്ന് വീണ്ടും കിട്ടിയപ്പോൾ അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടത് ബ്രൂസ്ലിയെയാണ്. അപ്പോൾ ജാക്കി ചാൻ പറഞ്ഞു, ഞാൻ പിന്നീടും കുറേ നേരം കൂടി ബോധമില്ലാത്ത പോലെ കിടന്നു. അതിൻ്റെ കാരണം എന്താണെങ്കിൽ ലോകത്തിൻ്റെ ഇതിഹാസതാരമായിട്ടുള്ള ബ്രൂസ്ലിയാണ് എന്നെ മടിയിൽ കിടത്തി തല മടിയിൽ വെച്ചുകൊണ്ട് ശുശ്രൂഷിക്കുന്നത്. ആ അവസരം പെട്ടെന്ന് അങ്ങോട്ട് തീർത്ത് കളയാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് പരമാവധി ഞാൻ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം കൂടി രോഗം അഭിനയിച്ച് കിടന്നു എന്നാണ് പറയുന്നത്. എനിക്ക് അത്രയൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാനങ്ങനെ കിടന്നു. ബ്രൂസ്ലിയുടെ സ്നേഹവായ്പ് അനുഭവിക്കാനായിട്ട് അങ്ങനെ ജാക്കി ചാന് കഴിഞ്ഞു. നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ പറയാം.